യേശുവേ സ്തോത്രം 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 ഹാലലൂയ ഹാലലൂയ. ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലലൂയ ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളോടൊപ്പമായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ഈ പൽക്കാലം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ കഴിവ് മിടുക്കോ ഒന്നുമല്ല, ദൈവം തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ദൈവ പൈതൽ ഈ പൽക്കാലം നാം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എത്ര തന്നെ സ്തുതിച്ചാലും മതി വരാത്ത രീതിയിൽ സർവശക്തനായ ദൈവം നമ്മെ ജയത്തോടെ ഓരോ ദിവസവും നടത്തുന്നു. നമ്മുടെ കരം പിടിച്ച ദൈവം ഹല്ലേലൂയ നമ്മെ നമ്മോട് ആ വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നടത്തുന്നതിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ആരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന യേശു കർത്താവ് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ കാഠിന്യം, നിങ്ങൾ അനുഭവിക്കുന്ന രോഗം, നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ച, നിങ്ങൾ ആത്മീയ ജീവിതത്തിന് അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ, ഇതാരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവ് ഈ പൽക്കാലം നിങ്ങളെ അറിയുന്ന കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയത്തീരും. ആ വിഷയം ചുമന്ന് നടക്കുക, ആ വിഷയത്തിന്റെ കാഠിന്യം അനുഭവിച്ച് നടക്കുക സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം ദൈവം ആ വിഷയത്തെ എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ നന്നായി അറിയുന്ന ഒരു യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്ര. നമ്മുടെ അടുത്തിരിക്കുന്നവർ നമ്മുടെ വിഷയത്തെ അറിയണമെന്നില്ല, നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മുടെ വിഷയത്തിന്റെ കാഠിന്യം എത്രയെന്ന് അറിയണമെന്നില്ല. പക്ഷെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം നാം അത് തിരിച്ചറിയുക. എന്നെ നന്നായിട്ട് അറിയുന്ന. ഹല്ലേലൂയ. പലപ്പോഴും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വിഷയത്തിന്റെ കാഠിന്യം അവരെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കാറ്. പക്ഷേ അവരതിൻ്റെ അല്പം പോലും അത് അറിയണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സങ്കടത്തിന്റെ, നൊമ്പരത്തിന്റെ, ഞരക്കത്തിൻ്റെയൊക്കെ വേദന അറിയുന്ന ഒരു യേശു കർത്താവുണ്ട്. നിന്റെ ഹൃദയം ഒന്ന് പിടയ്ക്കുമ്പോൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്റെ വിഷയത്തെ ഇന്ന് തൊടുവാനായിട്ട് ഇടയത്തീരും. ഏത് വിഷയമാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, നിങ്ങളെ ആകുലപ്പെടുത്തുന്നത്, ആ വിഷയത്തിനകത്ത് ഈ പകൽക്കാലം കർത്താവ് ഒരു പരിഹാരം തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലെ, ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുക, കർത്താവിന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഇടയത്തീരും. ആ ഒരു വ്യക്തിയെ ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മെ അറിയുന്ന ഒരു യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോഹന്നാൻ 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതന്റെ ദൈവം അറിയുന്നു. കർത്താവ് തിരഞ്ഞെടുത്തവരെ കർത്താവ് അറിയുന്നു. 3-ാം കാണുവാൻ സാധിക്കുന്നു 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കാണുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് താൻ തിരഞ്ഞെടുത്തവരെ കർത്താവ് അറിയുന്നുണ്ട്. 3-ാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുണ്ട്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കർത്താവിന്റെ പ്രിയ മക്കളായിരിക്കും നാം കർത്താവിനെ സ്നേഹിച്ച് നടക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നാം കർത്താവിന് ഉള്ളവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മെ അറിയുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നത് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമത്രേ ഞാനും നിങ്ങളും. നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ആ നമ്മ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സ്തോത്രം. അതിന്റെ 1-2 കാര്യങ്ങളെ നമുക്ക് പറയാം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. നമ്മുടെ അറിയുന്ന കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ സങ്കടത്തെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരാം. നാളുകളായിട്ട്
നാളായിട്ട് ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന വിഷയം കാണുമായിരിക്കാം. ചില രോഗങ്ങൾ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം. ആരോട് തുറന്നു പറയുവാൻ കഴിയുന്നില്ലായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന ചില വിഷയങ്ങളുടെ കാഠിന്യം ആരോടും പറയാതെ നീ ചിരിച്ച മുഖവുമായിട്ടായിരിക്കാം പുറത്തു നടക്കുന്നത്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ അറിയുന്ന കർത്താവ് ഹല്ലേലൂയ ഈ പകൽക്കാലം നിന്റെ വിഷയത്തെ എടുത്തു മാറ്റുവാനായിട്ട് ഇടയത്തിനോ ആ വിഷയത്തിന്റെ കാഠിന്യത്തെ ദൈവം ഈ പകൽക്കാലം എടുത്തു മാറ്റുക, നിന്നെ ഫ്രീ ആക്കുന്ന പകൽക്കാലം. എത്ര സ്തോത്ര. ചില വിഷയത്തിനകത്തൊക്കെ ചെറിയൊരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹത്തോടെ ഈ പകൽക്കാലം ആയിരിക്കുമ്പോൾ നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ ഈ പകൽക്കാലം വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകമ നിമിത്തമുള്ള അവരെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇസ്രായേൽ ജനതയുടെ സങ്കടത്തെ അറിഞ്ഞതായ ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീര് അറിയുന്ന പലരും കാണുമായിരിക്കാം. ഒത്തിരി വിഷയത്തെ അറിയുന്നവർ കാണുമ്പോൾ, പക്ഷേ ആ വിഷയത്തിനകത്തുനിന്ന് കടന്നു വരുന്ന സങ്കടങ്ങളുണ്ടല്ലോ, അത് ഈ ലോകത്തിൽ ആർക്കും കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എത്ര നമ്മെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞാലും, എത്ര നമ്മുടെ കൂടെ നടക്കുന്നവരെന്ന് പറഞ്ഞാലും, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ സങ്കടം അത് വ്യക്തിപരമായിട്ട് മാത്രമുള്ളതായിരിക്കും. കാരണം അത് ആർക്കും വർണ്ണിക്കുവാനോ അല്ലെങ്കിൽ ആരോടും നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാനോ പറ്റാത്ത ഒന്നായിരിക്കാം. കാരണം അത് നമ്മൾ മാത്രം ഉള്ളിൽ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നാ ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ട്. പീഡകൾ മിസ്രൈമിൽ നിന്ന് അനുഭവിക്കുമ്പോഴും അവരനുഭവിക്കുന്ന ആ കരച്ചിന്റെ, അവരനുഭവിക്കുന്ന വേദനയുടെ, സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അറിഞ്ഞ കർത്താവ് വെറുതെ പോയില്ല. അവരെ വിടുവിക്കേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നീ അനുഭവിക്കുന്ന ചില പീഡകൾ കാണത്തില്ലേ? ഹല്ലേലൂയ. നീ ജോലി മേഖലയെ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളില്ലേ? ഹല്ലേലൂയ. പക്ഷെ മറ്റെന്ത് ചെയ്യാനെന്ന് ചിന്തിച്ചുകൊണ്ട് നീ ആ സങ്കടങ്ങളൊക്കെ ഒളിച്ചും മറച്ചും വച്ചിട്ട് നീ വീണ്ടും ജോലിക്ക് ഓരോ ദിവസം കയറിപ്പോകുമ്പോൾ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ സങ്കടപ്പെട്ട് ഞരങ്ങിക്കൊണ്ട് ജോലി ചെയ്യുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ സ്വതന്ത്രമാക്കുന്ന ഒരു കർത്താവുണ്ട്, നിനക്ക് ഫ്രീ തരുന്ന ഒരു കർത്താവുണ്ട്. നീ സങ്കടപ്പെട്ട വിഷയത്തെ കർത്താവ് എടുത്തു മാറ്റുവാനായിട്ട് ഇടയത്തില്ല. അതിനകത്തുനിന്ന് നീ ഞരങ്ങിക്കൊണ്ട് നീ സങ്കടപ്പെട്ട അതിനകത്തുനിന്ന് ഒരു വിശാലമായിരിക്കുന്ന ഒരു മേഖലയെ കർത്താവ് തുറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവർ എന്തുകൊണ്ടാണ് സങ്കടപ്പെട്ടത്? അവരെ പീഡിപ്പിക്കുക. സ്തോത്രം. അവരെ ഞെരുക്കുക, അവരെ ജോലി മേഖലയിൽ. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് അവിടെ കാണുവാൻ സാധിക്കുന്ന വിശാലമായ ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ സങ്കടത്തെ ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ എന്നും സങ്കടപ്പെട്ട് ഞരങ്ങിക്കൊണ്ട് ജോലിയിലായിരിക്കുക, നീ ഭവനത്തിനകത്തായിരിക്കുക, ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നിനക്കൊരു സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തെ അറിയുന്ന ദൈവം നിന്നെ ഈ പകൽക്കാലം വിടുവിക്കും. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ നിന്നെ സങ്കടപ്പെടുത്തുന്നില്ലേ? ചിലരുടെ നോട്ടങ്ങൾ നിന്നെ ജോലി മേഖലയിൽ വേദനിപ്പിക്കുന്നില്ലേ? ഹല്ലേലൂയ. നീ അതൊന്നും പുറമെ കാണിക്കാതെ വേണം ഹല്ലേലൂയ മാറി തിരിഞ്ഞു നിന്ന് നിന്റെ ജീവിതത്തെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സങ്കടത്തെ കർത്താവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ സങ്കടത്തെ ഇന്ന് കർത്താവ് എടുത്തു മാറ്റുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി നിന്റെ ജീവിതത്തിനകത്ത് ആ സങ്കടത്തിന്റെ ആഴക്കടൽ വാഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമെ അവരെ ഞെരുക്കു ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആകിയാൽ വരിക, നീ എന്റെ ജനമായി ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലയക്കും. പ്രിയതേ മക്കളെ, ഫറവോൻ ഞെരുക്കിയ ഞെരുക്കം അവർക്ക് സങ്കടത്തിന്റെ ആഴമായിട്ട് വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്റെ സർവശക്തനായ ദൈവം മൗനമായിട്ടിരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ആ ദേശത്തു നിന്ന് പാരതീനമായ ദേശത്തു നിന്ന് കൊണ്ടുപോകേണ്ടതിനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി സങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് ഇറങ്ങി വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ? ആ സങ്കടത്തിനകത്ത്
വിഷയത്തിനകത്ത് നിന്നെ പുറത്തെടുക്കുവാൻ. ഹല്ലേലൂയ. 2024 നീ ഒത്തിരി സങ്കടപ്പെട്ട വ്യക്തിയായിരിക്കാം. പല വിഷയത്തിനകത്ത്, ജോലി മുഖത്ത് നീ കടന്നു പോകുന്ന യാത്രകളിലൊക്കെ നീ സങ്കടപ്പെട്ട് കാണുമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, 2025 നീ സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുക സ്വർഗത്തിന് ദൈവം അനുവദിക്കത്തില്ല. 2024 സങ്കടപ്പെട്ട വിഷയത്തിനകത്ത് അറിഞ്ഞതായ കർത്താവ് നിന്റെ സങ്കടത്തെ മാറ്റി സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ. ഹല്ലേലൂയ. നിന്റെ കണ്ണീരിനെ മാറ്റി, ഹല്ലേലൂയ, അലങ്കാരമാല അണിയിക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നിന്റെ സ്തോത്രം, വെണ്ണീറിനെ മാറ്റി അലങ്കാരം ഉടുപ്പിക്കുന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. കൂടെയുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, ഈ 2025 നിനക്ക് സങ്കടം തീർന്നില്ലല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുമായിരിക്കാം. നിന്റെ കണ്ണുനീര് മാറിയില്ലല്ലേ, നിന്റെ ഞരക്കം മാറിയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുമായിരിക്കാം. നിന്നെ തളർത്തുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഈ പൽക്കാലം പറയട്ടെ, 2025 നീ സങ്കടപ്പെട്ട് ഞരങ്ങുക സ്വർഗത്തിന് ദൈവം അനുവദിക്കത്തില്ല. നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നീ സങ്കടപ്പെടുന്നത് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി അറിയുന്നില്ലായിരിക്കാം. നിന്റെ കൂടെ ടേബിളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തി നിന്റെ സങ്കടത്തെ അറിയുന്നില്ലായിരിക്കാം. സ്തോത്രം. നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി നിന്റെ സങ്കടത്തെ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ പ്രിയ ദൈവമേ, നിന്റെ സങ്കടങ്ങൾ ആഴമായിട്ട് കിടക്കുമ്പോഴും അത് പുറമേ കാണിക്കാതെ നീ ചിരിച്ച മുഖത്തോടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ വിടുവിക്കും, നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1:18 കാണുവാൻ സാധിക്കുന്നു. അടിയനെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവിടെ മുഖം പിന്നെ വാടിയില്ല. പ്രിയതേ മക്കൾ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ജീവിതത്തിനകത്ത് മുഖം വാടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വാടുന്നതിനുള്ള കാരണം എന്താണെന്ന് സ്തോത്രം അവൾക്ക് കർത്താവിന് അറിയാം, ദൈവത്തിന് അറിയാം. സ്തോത്രം. നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏൽക്കാൻ അവളെ ഒത്തിരി ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ അവളുടെ വ്യസനം മാറുന്നില്ല, അവിടെ സങ്കടം മാറുന്നില്ല. അത് മാത്രമല്ല, അവൾ ദൈവാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരോഹിതൻ പോലും അവിടെ വിഷയത്തിന്റെ കാഠിന്യം എന്താണ്, അവളിങ്ങനെ ഉള്ളൂരിക്ക് ദൈവത്തോട് അവളുടെ ഹൃദയത്തെ പകരുന്നത് എന്താണെന്ന്, അതിന്റെ വിഷയം എന്തെന്ന് അറിയാതെ ഇരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം, അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം കരയുമ്പോ, നാം പ്രാർത്ഥിക്കുമ്പോ, നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ പുറത്തു വന്നില്ലെന്നിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം തട്ടി, ഉള്ളിൻ്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഞാൻ നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പൊങ്ങി വരുന്ന വേദനകൾ, ആ വിഷയം എന്തെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. നാം പുറമേ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ആരോടും ഷെയർ ചെയ്യാതെ ഒതുക്കി നടക്കുന്ന ചില വിഷയങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു പുരോഹിതനോട്, ഞാൻ യഹോവയുടെ സന്നിധി എന്റെ സങ്കടത്തെ പകരുക എന്ന് പറയും, ഹൃദയം പകരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ഹൃദയത്തെ പകരുവാൻ ഒരു ഇടമുണ്ട്. ആ കർത്താവിന്റെ മുമ്പിൽ നീ ഹൃദയത്തെ പകർന്ന, പ്രിയ ദൈവമേ, നിന്റെ ജീവിതത്തിനകത്ത് വിടുതലാണ്. നാം ലോകത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ പകർന്നാൽ അത് നമുക്ക് വിടുതൽ ലഭിക്കണമെന്നില്ല, ആശ്വാസം ലഭിക്കണമെന്നില്ല, നമ്മുടെ വിഷയത്തിന് പരിഹാരം ലഭിക്കണമെന്നില്ല. പക്ഷേ നാം പറയേണ്ട ഇടത്ത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകർന്നു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് അനുഭവിക്കുന്ന വേദനയെ അതുപോലെ ഒപ്പിയെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവിടെ മുഖം പിന്നെ വാടിയില്ല. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ മുഖം വാടുന്നില്ലേ? സ്തോത്രം. ചില വിഷയത്തിന്റെ നടുവേൽ നീ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, തിരിച്ചു മടങ്ങി വരുമ്പോഴും നിന്റെ മുഖം വാടൽ മാറാതെ വരുമ്പോൾ പലരും ചോദിക്കുന്നില്ലേ, നിന്നെ കാണുന്നില്ലേ പലരും? പക്ഷെ പ്രിയ ദൈവ പൈതലേ, അവളുടെ മുഖം പിന്നെ വാടിയില്ല. അതേ, സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ മുഖം വാടിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ കർത്താവ് ഇന്ന് തൊടും. ഹല്ലേലൂയ.
ഏത് വിഷയമാണോ നിന്റെ മുഖം വാടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തെ കർത്താവ് ഇന്ന് തൊടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആരോടും പറയാതെ നീ ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് കർത്താവിനോട് മാത്രം നിന്റെ വിഷയത്തെ ഷെയർ ചെയ്യുമ്പോ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവ്. അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്കിനി ഒരു വിടുതൽ ലഭിക്കുമോ? ഇതിനകത്തുനിന്ന് എപ്പോൾ എനിക്കൊരു വിടുതൽ ലഭിക്കും? ഓരോ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ തറച്ചു കയറിയുന്ന വേദന പോലെ, ഒരു അമ്പ് പോലെ നിന്റെ ഉള്ളിൽ തുളച്ചു കയറുമ്പോഴും പ്രിയ ദൈവ പൈതലേ, നീ റൂമിനകത്ത്, പ്രാർത്ഥന റൂമിനകത്ത് ഓടിച്ചെന്ന് കയറിയിരുന്ന് നിന്റെ സങ്കടത്തെ ആരോട് നീ ഇറക്കി വെക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, ഈ പകൽക്കാലം മുതൽ നിന്റെ മുഖം വാടുന്ന അനുഭവത്തെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ അവളുടെ മുഖം വാടില്ല എങ്കിൽ നിന്റെ മുഖം വാടുവാനും ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുഖം വാട്ടിച്ചു കൊണ്ടിരുന്ന പ്രശ്നത്തെ കർത്താവ് എടുത്തു മാറ്റുകയാ. സ്തോത്ര. ചില തലമുറയുടെ വിഷയത്തിനകത്തായിരിക്കാം നിന്റെ മുഖം വാടിക്കൊണ്ടിരുന്നത്. സ്തോത്ര. ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിനക്ക് അവരോട് പോലും ഒന്നും പറയുവാൻ കഴിയാതെ വണ്ണം, പിടിച്ചു നിൽക്കുവാൻ കഴിയാതവണ നീ ഓടുന്നില്ലേ റൂമിലേക്ക്? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ റൂമിലേക്ക് ഓടുന്നില്ലേ? കർത്താവിന്റെ പാദപീഠത്തിൽ ചെന്ന് കമന്ന് കിടന്ന് നീ കരയുന്ന വ്യക്തിയല്ലേ? നിന്റെ സങ്കടത്തിന്റെ കരച്ചിൽ കാണുന്ന ഒരു കർത്താവ്, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവ്, അതേ കണ്ണുനീരിന്റെ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതെ, ആരും നിന്നെ വിടുവിപ്പാൻ കാണത്തില്ലായിരിക്കാം, നീ കരയേണ്ടെന്ന് പറയുവാൻ ആരും കാണത്തില്ലായിരിക്കാം, നിന്റെ സങ്കടത്തെ മാറ്റുവാൻ ആരും ഇല്ലായിരിക്കാം. പക്ഷേ അവിടെ നീ കരയുമ്പോ, നിന്റെ ഹൃദയത്തെ പകരുമ്പോ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്റെ ഹൃദയത്തെ ഇന്ന് തൊടുവാനായിട്ട് ഇടയെത്തില്ല. നിന്റെ ഹൃദയത്തിൽ വ്യസനിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയത്തെ കർത്താവ് എടുത്തു മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ വിഷയം നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മ നിന്നോട് വിളിച്ചു പറയുക, ഹല്ലേലൂയ, നിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ദൈവം നിന്നെ ഓർക്കും. നിന്നെ അറിയുന്നതായ കർത്താവ് നിന്നെ ഓർക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നീ ഒത്തിരി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടും സമാധാനത്തോടും നിനക്ക് പുറത്ത് ഇറങ്ങുവാൻ കഴിയുന്നില്ലായിരിക്കാം. പല പേർ കൂടുന്ന ഇടത്തേക്ക് നിനക്കൊന്ന് ചെന്ന് നിൽക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. അവിടെയെല്ലാം ചോദ്യം ഇതാ. ഹല്ലേലൂയ. എന്തേ നിനക്ക് ഇന്നത് വിടുതൽ ലഭിക്കാത്തത്? എന്തേ നിനക്ക് മറുപടി ഇല്ലാത്തത്? നിനക്ക് എന്തേ ഒരു ജോലി ഇല്ലാത്തത്? എന്താ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത? തലമുറയില്ലാത്തത് എന്ത്? എന്താ നിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാത്ത? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ. അതിന് നിനക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹന്ന ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവൾ മനോവസരത്തോടെ യഹോവയോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ ദൈവാലയത്തിലേക്ക് പോയി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളും വാക്കുകളൊക്കെ മൂർച്ഛിച്ചു വരുമ്പോ അവരുടെ മുമ്പിൽ നിനക്ക് നിന്ന് ഫേസ് ചെയ്യാൻ പറ്റാതെ നീ ഓടി റൂമിനകത്ത് കടന്നുപോയി നിന്റെ ഹൃദയത്തെ അപ്പാ എന്ന് വിളിച്ച്, ഹല്ലേലൂയ, നിന്റെ വാക്കുകൾ പുറത്തു വന്നില്ല എങ്കിൽ നീ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നെടുപ്പാട് വീഴുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. ആരോടും നിനക്ക് പറയാൻ പറ്റുന്നില്ലായിരിക്കാം. സ്തോത്രം. നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ കാഠിന്യം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഈ പകൽക്കാലം കർത്താവ് നിന്നെ തൊടുകിയ. സ്തോത്രം. ഹല്ലേലൂയ. ചിലരുടെ ഉള്ളിൽ നിന്ന് വ്യസനത്തിന്റെ വാക്കുകൾ നിന്നെ മൂർച്ച ഊട്ടി നിന്നെ വേദനിപ്പിക്കുമ്പോ ഈ പകൽക്കാലം കർത്താവ് ചിലത് എടുത്തു മാറ്റുകയാ. നിന്റെ ഭവനത്തിനകത്ത് നിന്ന് തന്നെ നീ ഇറങ്ങി തിരിച്ചില്ലേ? എന്തേ നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മറുപടി? ഹല്ലേലൂയ. നീ ഒന്ന് കർത്താവിൽ ആരാധിച്ച് ബലപ്പെട്ട് പുറത്തു വരുമ്പോഴായിരിക്കാം അടുത്തൊരു വാക്ക് നിന്നെ വേദനിപ്പിക്കുന്നത്. സ്തോത്രം. അത് തുടർന്ന് നിന്റെ മുഖം വാടിച്ചുകൊണ്ട് നിനക്കൊന്ന് ആത്മീയമായിട്ട് നിനക്ക് മുന്നേറുവാൻ കഴിയാതെ, നിന്റെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാകുവാൻ കഴിയാതെ, നിന്റെ മുഖം എപ്പോഴും സങ്കടപ്പെട്ട് ഞരങ്ങി മാത്രമായിരിക്കുമ്പോ, ഇത്രയൊക്കെ ഞാൻ കരയുന്നു, ഇത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത്രയൊക്കെ ഉപവസിക്കുന്നുണ്ട്, എന്നിട്ടും എന്തേ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതലില്ല എന്ന ചോദ്യങ്ങൾ അസ്ത്രം തറയ്ക്കുന്നത് പോലെ നിന്റെ ഉള്ളിനകത്ത് കയറുമ്പോ, പ്രിയ ദൈവ പൈതലേ, നീ ചെന്ന് നെടുമ്പാട് വീഴുന്നില്ലേ?
ആ വാക്കുകൾ കേൾക്കുമ്പോ നിന്റെ ഉള്ളിൽ കടന്നു വരുന്ന സങ്കടം എത്രയെന്ന്, വേദന എത്രയെന്ന് ആരും അറിയുന്നില്ല എങ്കിലും വീണ്ടും വീണ്ടും വാക്കുകൾ പറഞ്ഞ് നിന്നെ മൂർച്ച കൂട്ടിച്ച് നിന്റെ വേദനിപ്പിക്കുവാൻ ഈ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വേദനയുടെ കാഠിന്യത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ 2025 നീ മുഖം വാടി നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2024 നിന്റെ മുഖം വാടിക്കത്തക്ക രീതി വാക്കുകളും പ്രവൃത്തികളും നിന്റെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരിൽ നിന്ന് കടന്നു വന്നുവെങ്കിൽ നിന്റെ ഹൃദയം യഹോവയെ സന്തോഷിക്കത്തക്ക രീതി എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴി തുറക്കാൻ പോകുക. ഏത് വിഷയത്തിനകത്താണോ നിന്റെ മുഖം വാടിക്കൊണ്ടിരുന്നത്, നിനക്ക് മറ്റുള്ള മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്തവണ നിന്റെ ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്നത്, നിന്റെ വിഷയത്തിന്റെ കാഠിന്യത്തെ അറിയുന്നതാ ദൈവ, നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്നതാ ദൈവ, നിന്റെ കരച്ചിന്റെ ഒച്ച കേൾക്കുന്നതായ കർത്താവ്. ഹല്ലേലൂയ. ഈ പകൽക്കാല കർത്താവ് നിന്നെ തൊടുകയാ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിടുവിക്കുക, സ്തോത്രം. ഹല്ലേലൂയ. കരയുന്ന പ്രിയ സഹോദരി, ഹല്ലേലൂയ. കരയുന്ന പ്രിയ സഹോദര, ഹല്ലേലൂയ. നിന്റെ വേദന ആരോടും നിനക്ക് ഇറക്കി വെക്കാനില്ലല്ലേ, സ്തോത്ര. അറിയുന്ന മനുഷ്യൻ നിന്നെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് നിനക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ലല്ലേ, ഹല്ലേലൂയ. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സങ്കടത്തെ കർത്താവ് മാറ്റും, ഹല്ലേലൂയ. നിന്റെ മുഖം വാടുന്ന അനുഭവത്തെ ദൈവം മാറ്റും, ഹല്ലേലൂയ. ഈ പകൽക്കാലം മുതൽ, ഹല്ലേലൂയ, നീ പ്രസന്നതയോടെ നടക്കുവാനായിട്ടിടയെത്തിരും, ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിന്ന് കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത രീതി എന്റെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് എന്റെ ദൈവം തമ്പുരാൻ ചെയ്യാൻ പോകുക, ഹല്ലേലൂയ. അതേ, സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നെ അവളുടെ മുഖം വാടിയില്ല. അതെ, അങ്ങനെയെങ്കിൽ ഈ ദൂതനെ ഏറ്റെടുക്കുക, എന്റെ മുഖം ഇനി വാടുകയില്ല എന്ന് പറയുക, സ്തോത്രം. ഹല്ലേലൂയ. 2 കാണുവാൻ സാധിക്കുന്നു, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. മുഖം വാടിയ അനുഭവത്തിൽ നിന്ന് അടുത്തൊരു ഓപ്പോസിറ്റ് ലെവൽ അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ രക്ഷയെ ഞാൻ സന്തോഷിക്കുന്നു. അവിടെ ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ വേദന കൊണ്ട് നിന്റെ തല താണ സ്ഥലങ്ങൾ കാണുമായിരിക്കാം, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഈ പൽക്കാലം പറയട്ടെ, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ. അവൻ ദരിദ്രന്റെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, ഹല്ലേലൂയ. വിഷയത്തിന്റെ ബാഹുല്യം നിന്നെ പലയിടത്തും തകർത്ത് കളയുന്നുണ്ടായിരിക്കാം, പലയിടത്തും നിന്നെ താഴ്ത്തി കളയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് ഈ 2025, ഹല്ലേലൂയ, നിന്റെ മുഖം വാടാത്തവണ നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെടുന്ന ഒരു വർഷമത്രേ, ഹല്ലേലൂയ. നിന്റെ തല ഉയർത്തുന്ന ഒരു വർഷമത്രേ, ഹല്ലേലൂയ. ചിലത് കർത്താവ് നിന്റെ കരത്തിൽ തരും. എന്നെ പറയുവാനായിട്ട് ഇടയെത്തുന്നു, ഈ ബാലന് വേണ്ടി എത്രേ ഞാൻ എൻ്റെ ദൈവത്തോട് കരഞ്ഞത്. അവൾക്ക് ചെന്ന് പറയുക, അവൾക്ക് കാണിക്കുവാൻ, ഹല്ലേലൂയ. അവളെ പരിഹസിച്ചവരുടെ മുമ്പാകെ അടയാളമായി നിർത്തിയതായ സർവശക്തനായ ദൈവം അവളെ മുഖത്തെ വാടിപ്പിച്ചു കൊണ്ടിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭവനത്തിൽ നിന്ന് മുഖം വാടിയത് കൊണ്ടാണല്ലോ അവൾ ദൈവാലയത്തിലേക്ക് പോയത്. അവിടെ മുഖം വാടിപ്പിച്ചു. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആരൊക്കെ അവളെ മുഖം വാടിപ്പിക്കുവാൻ നോക്കിക്കഴിഞ്ഞാല് മുഖം വാടാതവണ ആ മുഖത്തിന്റെ വാട്ടത്തെ മാറ്റിക്കൊടുത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൾ എവിടെ മുഖം വാടി അവൾ കണ്ണുനീരോട് ഇറങ്ങി വന്നു, പരിഹസിക്കപ്പെട്ട് ഇറങ്ങി വന്നു, അവിടേക്ക് കയറി ചെന്നിട്ട് ഇതിനു വേണ്ടി എത്രയും ഞാൻ കരഞ്ഞതെന്ന് പറയത്തക്ക രീതി അവിടെ കരത്തിലേക്ക് ആ നന്മ കൊടുത്തതായ ദൈവ, ആ ബാലന് കൊടുത്തതായ ദൈവ, നീ ഏത് വിഷയത്തിനകത്തൊക്കെ കരഞ്ഞോ, നെടുവീർപ്പിട്ടോ, മുഖം വാടിയവളായി തീർന്നുവോ, ആ വിഷയത്തിന്റെ മറുപടി എന്റെ ദൈവം 2025 നിന്റെ കരത്തിൽ തരും. ഇതിനു വേണ്ടി എത്രയും ഞാൻ വില കൊടുത്തത്, ഇതിനു വേണ്ടി എത്രയും ഞാൻ കരഞ്ഞത്, ഇതിനു വേണ്ടി എത്രയും ഞാൻ സങ്കടത്തെ ദൈവത്തിന്റെ സനി പകർന്നത് എന്ന് പറഞ്ഞ ഹല്ലേലൂയ, ആ വിഷയത്തെ നീ കാണിക്കത്തക്ക രീതി, സ്തോത്രം. കർത്താവ് ചില മറുപടികൾ നിന്റെ കരത്തിലേക്ക് തരുവാനായിട്ട് ഇടയായി തീരും, സ്തോത്രം. അടുത്തൊരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ അറിയുന്ന ഒരു കർത്താവ്, സ്തോത്രം. യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 6-ാം വാക്യത്തില് അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയതേ മക്കളെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു 38 സംവത്സരമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, സ്തോത്രം.
ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് യേശു കർത്താവ് സൗഖ്യം കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. നീ എത്ര നാളായിട്ട് ചില വിഷയത്തെ ചുമന്ന് കൊണ്ട് നടക്കുന്നുവെന്ന് നമുക്ക് പോലും അറിയാൻ തിട്ടമായി കണക്കില്ലാതിരിക്കുമ്പോ നമ്മുടെ വിഷയത്തിന്റെ കാഠിന്യം എത്ര നാളായിട്ട് നീ ചുമക്കുന്നെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നിന്റെ വിഷയത്തിന്റെ ഏറെ കാലമായിട്ട് നീ ചുമക്കുന്ന ചില വിഷയത്തെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കാം. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഹല്ലേലൂയ. എന്താ ഏറെ കാലമായിരിക്കുന്നത്? ഇങ്ങനെ കിടക്കുന്നത്. ഏറെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് നിന്നെ ചില വിഷയങ്ങൾ ഭാരപ്പെടുത്തുന്നില്ലേ, ആകുലപ്പെടുത്തുന്നില്ലേ? സ്തോത്രം. ചില വിഷയങ്ങൾ നിന്നെ കിടത്തിക്കളയില്ലേ, നിനക്കൊന്ന് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ? ചില വിഷയങ്ങൾ നിന്നെ കിടത്തിക്കളഞ്ഞുവെങ്കിൽ എത്ര കാലമായിട്ട് നീ വിഷയം നിന്നെ കിടത്തിയെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് ഈ പകൽക്കാലം നിന്നോട് ചോദിക്കാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ, നിനക്ക് മനസ്സുണ്ടോ ഈ കിടക്ക വിട്ടൊന്ന് എഴുന്നേൽക്കുവാൻ? ഈ വിഷയത്തെ വിട്ട് എഴുന്നേൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ അറിയുന്നുണ്ട് എത്ര കാലമായിട്ട് നീ നിന്നെ ചുമക്കുന്നുണ്ടെന്ന്, എത്ര നാളായിട്ട് ഈ വിഷയം നിന്നെ കിടത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ നിനക്ക് ഈ വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ആയിരിക്കാം, ചിലപ്പോ ഏതായിക്കൊള്ളട്ടെ, ഏറെ നാളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കർത്താവിന്ന് തൊടും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, 2025 നമ്മുടെ വിടുതന്റെ വർഷം അത്രേ. നിന്നെ ചുമന്ന് കാണും ചിലതൊക്കെ. അവിടെ കാണുന്നു, അവനെ കിടക്കുന്നത് കണ്ടു. ആ കിടത്തിക്കളഞ്ഞ വിഷയത്തെ യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. അപ്പൊ അവന് സൗഖ്യമില്ലാത്തത് കൊണ്ടാ അവൻ ആ കിടക്കയിൽ കിടന്നത്. നിന്റെ മനസ്സിനാണോ സൗഖ്യം വേണ്ടത്? ഏറെ നാളായിട്ട് നിന്റെ മനസ്സിനാണോ സൗഖ്യമില്ലാതെ നടക്കുന്നത്? നിന്റെ ശരീരത്തിനാണോ സൗഖ്യമില്ലാതെ നടക്കുന്നത്? ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നീ ആ കിടക്ക എടുക്കാൻ പോകുക. നീ ആ കിടക്കയുടെ മീതെയാ കിടക്കുന്നത്. പക്ഷേ ഈ പകൽക്കാലം ആ കിടക്കയെ നീ കൈകൊണ്ട് എടുക്കത്തക്ക രീതിയിൽ നിന്റെ വിഷയത്തെ കർത്താവ് ലഘൂകരിക്കാൻ പോകുക. നമുക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. 38 വർഷമായിട്ട് ഈ മനുഷ്യൻ കിടക്കുക. എന്റെ യേശു കർത്താവ് പറയാം, നീ കിടക്കയെടുത്ത് നടക്കുക. പ്രിയ ദൈവമക്കളെ, 38 വർഷമായിട്ട് ഈ രോഗാവസ്ഥയിൽ ഈ മനുഷ്യൻ കിടക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നമുക്കൊന്ന് ചിന്തിക്കാന്നുള്ളതുള്ളൂ. പക്ഷെ ആ ഒറ്റ വാക്കിനകത്ത് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കൽ, അതിനകത്ത് സൗഖ്യം, ആരോഗ്യം, ബലം അതിനകത്ത് പകർന്നു. സ്തോത്രം. എന്നാൽ മാത്രമേ ആ മനുഷ്യന് ആ കിടക്ക എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ശക്തി കൊടുത്തു. നമുക്കറിയാം, 38 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യന് സൗഖ്യം ലഭിച്ചാലും ആ മനുഷ്യന് എങ്ങനെ കിടക്ക എടുക്കാനായിട്ട് പറ്റും? അതിനുള്ള ആരോഗ്യം കാണുമ്പോ. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, കർത്താവ് നിന്നെ നോക്കി ഒരു വാക്ക് പറഞ്ഞ, ഏറെ നാളായ ചില വിഷയങ്ങളെ നോക്കി കർത്താവ് ഒരു വാക്ക് പറഞ്ഞ, നീ ആ വിഷയത്തെ എടുക്കും. ഹല്ലേലൂയ. കാരണം അത് കർത്താവ് നിന്റെ കരത്തിലങ്ങ് ഒതുക്കി തരിക. സ്തോത്രം. നിന്നെ ഒതുക്കിയ ചില വിഷയങ്ങളായിരിക്കാം. നീ ഒതുക്കാൻ നോക്കിയിട്ട് ഒതുങ്ങാതെ നിന്നെ ഭാരപ്പെടുത്തി നിന്നെ കിടത്തിക്കളഞ്ഞ വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കരത്ത് കൊണ്ട് എടുത്ത് നടക്കത്തക്ക രീതിയിൽ കർത്താവ് ആ വിഷയത്തെ ലഘൂകരിക്കാൻ പോകുക. സ്തോത്രം. ഇനി നീ ആ വിഷയം നിന്നെ ഇനി ചുമക്കുകയല്ല, നീ ചുമക്കാൻ പോകുക. ഓ, രക്തത്താൽ ജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രിയതയിപ്പ ഇതിനെ വിശ്വസിക്ക. ആ കിടക്ക ആ മനുഷ്യനെ ചുമന്നതാ 38 വർഷം. പക്ഷേ കർത്താവിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നു, ആ കിടക്ക ആ മനുഷ്യൻ ചുമന്നു. അവിടെ തിരിഞ്ഞു.
കാലഘട്ടത്തെ ദൈവം മാറ്റും. നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും. കഴിഞ്ഞ നാളുകളിൽ ചിലത് നിന്നെ ചുമന്ന് കാണുമായിരിക്കാം. ചിലർ ഏറെ നാളായിട്ട് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ചിലതിനെ ചുമക്കത്തക്ക രീതിയിൽ കർത്താവ് നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോകുക. ചുമന്നുകൊണ്ട് നടന്ന മനുഷ്യന്റെ അവസ്ഥകൾക്ക് ഒരു വാക്കിനു മുമ്പിൽ അവന്റെ സ്ഥിതിയെ ദൈവം മാറ്റി അവൻ ചുമക്കുവാൻ തുടങ്ങി. അങ്ങനെക്ക് നിന്നെ കിടത്തിയ ചില വിഷയത്തെ നീ എടുത്തുകൊണ്ട് നടക്കാൻ പോക്കി. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഉടനെ ചില വിടുതലുകൾ, ഉടനെ ഏറെ നാളായി നീ അനുഭവിച്ച ചില വിടുതലുകൾക്ക് വേഗത്തിൽ ചിലത് നീ എടുത്തു നടക്കത്തക്ക രീതി കർത്താവിന്റെ കരം ചലിക്കാൻ പോകുക. അങ്ങനെ ഞാൻ പറയട്ടെ, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ ആരും അറിയുന്നില്ല എങ്കിലും ഏറെ നാളായി നീ കൊണ്ട് നടക്കുന്ന വിഷയമായിരിക്കാം. ഏറെ നാളായി നിന്റെ മുഖം വാടുന്ന വിഷയമായിരിക്കാം. ഏറെ നാളായിട്ട് നീ അനുഭവിക്കുന്ന സങ്കടമായിരിക്കാം. ആരും അറിയുന്നില്ലായിരിക്കാം, ആർക്കും പരിഹരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ നിന്നെ അറിയുന്ന ഒരു കർത്താവ്, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. താൻ തിരഞ്ഞെടുത്തവരെ താൻ അറിയുന്നു, തനിക്കുള്ളവരെ താൻ അറിയുന്നു എന്ന് വചനത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ മുഖം വാടുന്നത് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഏറെ നാളായിട്ട് നീ ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. പലരെ നോക്കിയില്ലേ ഒരു സൗഖ്യത്തിനു വേണ്ടി? വീണ്ടും വീണ്ടും നിനക്കൊരു ഭാരമായി പ്രയാസങ്ങളായി തീരുമ്പോ ഈ പകൽക്കാലം നിന്റെ സങ്കടത്തിന്റെ ഞരക്കത്തെ എടുത്തു മാറ്റും. ഹല്ലേലൂയ. കർത്താവ് നീ ആ വിഷയത്തെ ചുമന്ന് നടക്കത്തക്ക രീതിയിൽ നിന്നെ കിടത്തിക്കളഞ്ഞ വിഷയത്തെ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് നീ എടുത്തു മാറ്റാൻ പോകുക. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് പുറത്തോട്ട് ഇറങ്ങുവാൻ കഴിയാതെ ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു പോകുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും, നാളെ എന്റെ ദിവസമാ. പ്രതീക്ഷ കൈവിടരുതേ. നിന്റെ വിടുതന്റെ സമയമത്രേ. ഹല്ലേലൂയ. അതേ, സ്തോത്രം. പ്രത്യാശ കൈവിടാതെ നീ ഉറപ്പുള്ളവനായിരിക്ക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം വേഗത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. നിന്നെ കിടത്തിക്കളഞ്ഞ വിഷയങ്ങള്, നിന്നെ ചുമന്ന് നടന്ന വിഷയങ്ങളെ ഹല്ലേലൂയ നീ ചുമന്ന് നടക്കത്തക്ക രീതിയിൽ നിന്റെ കരത്തിലേക്ക് ദൈവത്വപുര ചില വിഷയത്തെ തരാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നീ കിടക്കിയെടുത്ത് നടക്കും. നിന്നെ ഏത് വിഷയമാണോ കിടത്തിക്കളഞ്ഞത് ആ വിഷയത്തെ നീ എടുത്തുകൊണ്ട് നടക്കത്തക്ക രീതി ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ, സ്തോത്രം. പലരും അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ആരും നമ്മെ അറിഞ്ഞില്ല എങ്കിലും നമ്മെ അറിയുന്ന ഒരു യേശു കർത്താവുണ്ട്. സ്തോത്രം. ആ കർത്താവ് എന്നെ അറിയുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ വിശ്വസിക്കുക. സ്തോത്രം. നീ കടന്നു പോകുന്ന വിഷയം എന്താണെന്നും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം എന്തെന്നും അറിയുന്നവർക്ക് സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ആ കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഈ പകൽക്കാലം തൊടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അറിഞ്ഞിട്ടും പലർക്കും നിന്നെ സഹായിപ്പാനായിട്ട് കഴിയാത്തത് കാണുമായിരിക്കാം. പക്ഷെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇസ്രായേൽ ജനതയുടെ സങ്കടത്തെ അറിഞ്ഞ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ നീ പലരോടും നിന്റെ പ്രശ്നത്തെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും അവരൊരു വാക്ക് പോലും കേൾക്കാൻ മനസ്സില്ലാതെ പോകുമ്പോ നിന്റെ ഹൃദയം തകരുന്നില്ലേ? നിന്റെ ഹൃദയം പിടയുന്നില്ലേ? എന്റെ സങ്കടത്തെ ഒന്ന് കേൾക്കാൻ പോലും ആരുമില്ലേ എന്നുള്ള ഒരു ചോദ്യം നിന്റെ ഉള്ളിലില്ലേ? ഈ പകൽക്കാലം പറയട്ടെ, നീ ആരോട് പറയണ്ട. നിനക്ക് പറയാൻ ഒരു കർത്താവുണ്ട്. നീ പ്രാർത്ഥന റൂമിലേക്ക് ഒന്ന് കയറ്. നിന്റെ സങ്കടത്തെ അവിടെ ഇറക്കി വെക്കേ. നിന്റെ മുഖം വാടാതെ നീ പുറത്തു വരും. ഹല്ലേലൂയ. മനുഷ്യരോട് നിന്റെ സങ്കടത്തെ എത്ര തന്നെ ഇറക്കി വെച്ചാല് അവർ നിന്റെ മുഖം വാടിച്ചു കൊണ്ടിരിക്കും. നീ വ്യസനിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ നീ ഇറക്കി വയ്ക്കേണ്ടടുത്ത് നിന്റെ വിഷയത്തെ ഇറക്കി വച്ചു കഴിഞ്ഞാ, നിന്റെ സങ്കടത്തെ ഒന്ന് പറയുവാൻ തയ്യാറായ നിന്റെ മുഖം പിന്നെ വാടുകയില്ല. നിനക്ക് സ്വസ്ഥത ലഭിക്കും, നിനക്ക് സമാധാനം ലഭിക്കും. ഹല്ലേലൂയ. കാരണം നിന്റെ ഭാരത്തെ ചുമക്കുന്ന ഒരു കർത്താവ്, നിന്റെ ഭാരത്തെ എടുത്തു കളയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം.
നീ പുറമെ സന്തോഷത്തോടെ നടക്കുന്നത് മാത്രമേ ലോകം കാണുന്നുള്ളായിരിക്കാം. നിന്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തെ അറിയുന്നൊരു കർത്താവ്. നാളെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയോടെ ആകുലപ്പെടുന്നവരായിരിക്കാം നിങ്ങൾ. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് അറിയാതെ ഭാരപ്പെടുന്നവരായിരിക്കാം. ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ചിന്തയോട് ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ചില ശാരീരിക രോഗങ്ങൾ നിന്നെ വളരെയധികം തളർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ആരും അറിഞ്ഞില്ല എങ്കിലും സ്തോത്രം, കരഞ്ഞും നിലവിളിച്ചും അപ്പാ ഈ കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേൽപ്പിക്കണമേ എന്നൊക്കെ നീ കരയുമ്പോ എവിടെ നിന്ന് ഒരു ശക്തി വരുന്നത് പോലെ നിന്റെ മേൽ ആ ശക്തി പകർന്നു തന്നുകൊണ്ട് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നില്ലേ? നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നിന്റെ സാമ്പത്തിക തകർച്ച അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആത്മഭാരമില്ലേ? നിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള ഒരു വിടുതന്റെ അവരോട് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവരവരുടെ വഴിക്ക് പോകുമ്പോ, പ്രിയ ദൈവ പൈതലേ, നീ പകൽക്കാല കർത്താവിന്റെ സന്നിൽ ഇറക്കി വയ്ക്കേ. സ്തോത്രം. കർത്താവ് ഇന്ന് തൊടുവാനായിട്ടിടയായി തീരും. നിന്റെ തലമുറയാണോ വിടുവിക്കപ്പെടേണ്ടത്? നിന്റെ ജോലി മേഖലയ്ക്കകത്താണോ ഒരു വിടുതൽ നടക്കേണ്ടത്? നിന്റെ ആരോഗ്യ മേഖലയ്ക്കകത്താണോ ഈ പകൽക്കാലം ഒരു വിടുതൽ നടക്കേണ്ടത്? ഏത് വിഷയമാണ് നിന്നെ ഭാരപ്പെടുത്തുന്നത്? ആ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാൻ നിനക്ക് കഴിയുമോ? നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ മാറി മാറി ഫോൺ കോളുകൾ എടുക്കുന്നു, ഫോണുകൾ വിളിക്കുന്നില്ലേ, റിങ് ചെയ്യുന്നില്ലേ? പലരുടെ അടുക്കിലേക്കും നിന്റെ വിഷയത്തെ ഒന്ന് അറിയിക്കാൻ. പക്ഷേ ഈ പൽക്കാലം അത് മതി. നിന്നെ അറിയുന്ന ഒരു കർത്താവ്, നിനക്ക് എല്ലാം പറയുവാൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഈ പൽക്കാലം നിന്നെ വിടുവിക്കും. ആരും നമ്മെ അറിയുന്നില്ല എങ്കിലും, ആരും നമ്മെ മനസ്സിലാക്കുന്നില്ല എങ്കിലും, ആരും നമ്മുടെ സങ്കടത്തെ അനുഭവത്തെ തിരിച്ചറിയുന്നില്ല എങ്കിലും, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ കൈവിടുകയില്ല. കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. സ്തോത്രം. അങ്ങനെയൊക്കെ വിശ്വസിക്കാം. ആരും നമ്മെ അറിഞ്ഞില്ല എങ്കിലും നമ്മെ അറിയുന്ന ഒരു യേശു കർത്താവ് നിന്റെ വിഷയത്തിന് പരിഹാരം തരും. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നിന്റെ വിടുതലിന്റെ പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നിന്നെ അറിയുന്ന ഒരു കർത്താവ്. ഈ പകൽക്കാലം കർത്താവേ, ഈ വിഷയത്തിനകത്ത് ഞാൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിനകത്ത് ഒരു പരിഹാരമുണ്ട്. കർത്താവ് ചിലത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്നലകളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഇന്ന് അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ നാളെ അറിയുന്ന, നമ്മുടെ ഇപ്പോൾ മാത്രമേ നമ്മൾ അറിയൂ. നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നിന്റെ നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ആ കർത്താവോട് നിനക്ക് വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട്. ആ കരുതലുകൾ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമിയെ നിലവിളിക്കുമ്പോഴോ ആ മരുഭൂമിയുടെ അനുഭവം മാത്രമേ അവൾക്ക് അറിയാവൂ. നാളെ ആ പൈതലിനെ കുറിച്ച് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞു മരിച്ചു പോവും. ഇതാ അവളുടെ അറിവ്. പക്ഷേ ആ കുഞ്ഞു മരിക്കേല, ആ മരുഭൂമിക്കകത്തും വളരുമെന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം. ഇതാ എന്റെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ അറിവുകളൊക്കെ ഒത്തിരി പരിമിതിയുള്ളതാ. സ്തോത്രം. രോഗം വരുമ്പോ ഈ രോഗം കൊണ്ട് ഇവിടെ ഞാൻ തീരും, ഇതാ നമ്മുടെ അറിവ്. അല്ലെങ്കിൽ ഈ തലവേദന വന്നത് ഇന്നതിന്റെ ലക്ഷണം, ഇതാ നമ്മുടെ അറിവ്. പക്ഷേ എന്റെ കർത്താവിന് പറയാനായിട്ടുള്ള ഒന്നുമല്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ സങ്കടത്തെ അറിയുന്ന, നിന്റെ കണ്ണുനീരിനെ അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന, നിന്റെ ഹൃദയം തകർന്നിരിക്കുന്ന അനുഭവത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആരോടും പറയാതെ ചില വിഷയത്തിനകത്ത് നീ തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? ഇനി മുന്നിൽ എനിക്കൊരു വഴിയുമില്ല, എനിക്ക് ഇനി ആരോടും പറയാനായിട്ടില്ല, എന്നെ ആശ്വസിപ്പാൻ ആരുമില്ല. ഇതൊക്കെ നിന്നെ തളർത്തിക്കളയുമ്പോ, നിന്നെ നിരാശപ്പെടുത്തുമ്പോ, കൂടെ ഉള്ളവർ പോലും നിന്റെ വേദന അറിയുവാൻ മനസ്സ് വയ്ക്കാതെ മുഖം മറച്ചു കളയുമ്പോ, നിന്നെ അറിയുന്നവരും നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാതെ അവർ തിരിഞ്ഞു മാറിപ്പോകുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇന്ന് വരികയാ. നിന്നെ അറിയുന്ന ഒരു കർത്താവ്. കർത്താവിന് നിന്നെ മറന്നു കളയാൻ കഴിയില്ല. കാരണം എന്താ? കർത്താവ് തിരഞ്ഞെടുത്തത് നിന്നെയാ. കർത്താവ് ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് നിന്നെ, കർത്താവിനെ സ്നേഹിച്ച ദൈവ പൈതലേ, നിന്നെ കർത്താവിന് മറക്കുവാൻ കഴിയത്തില്ല. കർത്താവിനെ അറിയുന്നില്ല. മനുഷ്യർ പറയും നിന്നെ അറിയുന്നില്ല എന്ന് സാഹചര്യങ്ങൾ മനുഷ്യർ കൊണ്ട് പറയിപ്പിക്കും. ഹല്ലേലൂയ. പക്ഷേ നിന്നെ അറിയുന്നില്ല എന്ന് കർത്താവിന് പറയാൻ കഴിയത്തില്ല. കാരണം നീ കർത്താവിനുള്ളവളാ. ഹല്ലേലൂയ. നീ കർത്താവിനുള്ളവനാ. ഹല്ലേലൂയ. ഈ പൽക്കാലം നീ അത് തിരിച്ചറിയാ. സ്തോത്രം.
ഇന്ന് കാണുന്നവർ ഹല്ലേലൂയ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ മുഖം മാറിപ്പോകുമ്പോ, ഇന്ന വ്യക്തി അറിയാമോ എന്ന് പലരും ചോദിക്കുമ്പോ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോ, പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശുവിന്റെ കൂടെ നടന്നതാ പത്രോസ്. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ അവനെ യേശുവിനെ അറിയുന്നില്ല എന്ന് പറയുവാൻ പോലും ഇടയാക്കി തീർത്തുവെങ്കിൽ, ഇന്ന് ഈ ലോകത്ത് പലരും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ഇന്ന വ്യക്തി അറിയാമോ എന്ന് ചോദിക്കും. പലരും പറയും എനിക്കറിയത്തില്ല, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അവരെ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറയുമ്പോ, വാക്കുകളുടെ ബാഹുല്യം കൊണ്ട് നമ്മിൽ നിന്ന് ഒത്തിരി അവർ അകന്നു പോകുമ്പോ, കീറി മുറിക്കുന്നത് പോലെ നിന്റെ ഉള്ളിനകത്ത് ഒരു വേദന കടന്നു വരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ കാലം പറയട്ടെ, എന്റെ കർത്താവിന് നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മാറിക്കളയാൻ കഴിയത്തില്ല. സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി വില കൊടുത്തു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ കൊടുത്തു. അവസാനത്തുള്ള രക്തം വരെയും നിനക്ക് വേണ്ടി കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിന്നെ അറിഞ്ഞിട്ടും പലരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് മനക്ലേശത്തോടായിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ ഈ പൽക്കാലം വ്യക്തമായി പറയുന്നു, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ വേദന അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ യേശു കർത്താവ് നിന്റെ മാറോട് ചേർത്ത് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? അങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആരും നമ്മെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും നമ്മെ അറിഞ്ഞില്ല എങ്കിലും, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നാം തളർന്നു പോകുക, നാം ക്ഷീണിച്ചു പോകുക ഇടയാക്കത്തില്ല. ആ കർത്താവ് നമ്മുടെ മുഖം വാടുവാൻ ദൈവം ഇനി അനുവദിക്കത്തില്ല. സ്തോത്ര. അതേ സ്തോത്രം. നാം ചിലത് നമ്മെ ചുമന്നുകൊണ്ട് നടന്ന വിഷയം, നമ്മെ ചുമന്ന ചിലതിനെ നാം ചുമന്നുകൊണ്ട് നടക്കത്തക്ക രീതി നിന്നെ എഴുന്നേൽപ്പിച്ച് ചില വിഷയത്തിനകത്തുന്ന കർത്താവ് നിന്നെ പുറത്തേക്ക് നടത്തുന്ന പകൽക്കാലം അത്രേ. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. അപ്പാ, ഈ ജനത്തിന്റെ അനുഭവത്തെ, അവസ്ഥകളെ അറിയുന്ന കർത്താവേ, മനുഷ്യരാരും അറിയുന്നില്ല എങ്കിലും ഇവരെ നന്നായിട്ട് അറിയുന്ന കർത്താവേ, ഇവരെ കടന്നു പോകുന്ന സങ്കടങ്ങൾ, ഇവർ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകൾ, ഇവരനുഭവിക്കുന്ന വേദനകൾ, ഇവരനുഭവിക്കുന്ന രോഗത്തിന്റെ കാഠിന്യം, ഇവരനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ, ഇവരനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം അറിയുന്ന എന്റെ കർത്താവേ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് അറിയുന്നു. തനിക്കുള്ളവരെ താൻ അറിയുന്നു. താൻ തെരഞ്ഞെടുത്തവരെ താൻ അറിയുന്നു. അപ്പായേ, അങ്ങയുടെ ജനത്തെ അങ്ങ് അറിയുന്നല്ലോ. അങ്ങയുടെ ജനത്തിന്റെ ഇടയിലേക്ക് ഈ പകൽക്കാലം ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. അവർ ഭാരപ്പെടുന്ന, അവർ പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്തുന്ന അവരുടെ ജനത്തെ ഈ പകൽക്കാലം പുറത്തെടുക്ക്. സങ്കടത്തിന്റെ ആധിക്യം അവരുടെ ജീവിതത്തിൽ ഈ പകൽക്കാലം മാറട്ടെ കർത്താവേ. അവരുടെ മുഖം ഇനി വാടുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഇതുവരെ ചുമന്നുകൊണ്ട് നടന്ന വിഷയത്തെ അവർ ചുമന്ന് നടക്കത്തക്ക രീതി ചില വിഷയത്തിനകത്തുന്ന കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.